വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം. അധ്യായം 2. 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. തിരിച്ചുവരവ്. ഹേറോദേസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ നിന്ന് കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കലാവോസാണ് പിതാവായ ഹേറോദേസിന്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായൻ എന്നു വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് നിവർത്തിക്കുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്നു പാർത്തു. ആശ്രയിക്കുന്നവരെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ കൃപ. ദൈവത്തിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഔസേപ്പും കുടുംബവും ഈജിപ്തിലാണ് അക്കാലത്ത് താമസിച്ചിരുന്നത്. തീർത്തും അപരിചിതമായിട്ടുള്ള ചുറ്റുപാടുകൾ നൽകുന്ന ജീവിതക്ലേശങ്ങളും പ്രയാസങ്ങളും സന്തോഷത്തോടുകൂടി തന്നെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജീവിതം ആ തിരുക്കുടുംബം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഒരു വാർത്ത ഔസേപ്പ് കേൾക്കാനിടവരുന്നത്. ഉണ്ണിയേശുവിനെ വധിക്കാൻ വേണ്ടി എല്ലാതരം നീക്കങ്ങളും നടത്തിയിരുന്ന ഹേറോദേസ് രാജാവ് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത. വലിയൊരു അപകടത്തിൽ നിന്ന് വിമുക്തനായി എന്നൊരു ആശ്വാസമാണ് അത് ഔസേപ്പിലുണ്ടാക്കിയത്. അതുകൊണ്ട് വീണ്ടും ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഔസേപ്പ് തന്റെ ഭാര്യയായ മറിയത്തിനോടും ശിശുവായ യേശുവിനോടുമൊപ്പം ഇസ്രായേലിലേക്ക് തിരിച്ച് പോകാൻ ഒരുങ്ങിയാണ്. യാത്രാമധ്യേയാണ് മറ്റൊരു വാർത്ത ഔസേപ്പ് കേൾക്കാനിടവരുന്നത്. ഇസ്രായേലിലെ പ്രമുഖ പട്ടണമായിട്ടുള്ള യൂദായിൽ രാജഭരണം നടത്തുന്നത് മരണപ്പെട്ടുപോയ ഹേറോദേസ് രാജാവിന്റെ മൂത്ത മകനായിട്ടുള്ള അർക്കലേവൂസ് ആണ് എന്ന്. യൂദായിലാണ് ഔസേപ്പിന്റെ ബന്ധുക്കളും മിത്രങ്ങളുമായിട്ടുള്ള ആളുകള് താമസിക്കുന്ന സ്ഥലം. അതുകൊണ്ട് അവിടെ താമസിക്കാം എന്നുള്ള ധാരണയിലായിരിക്കണം ഔസേപ്പ് യൂദായിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോഴാണ് അർക്കലേവൂസാണ് രാജഭരണം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന വാർത്ത കേൾക്കുന്നത്. അർക്കലാവൂസിനെ സംബന്ധിച്ച് പിതാവായ ഹെറോദേസിനേക്കാൾ ക്രൂരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്നവനാണ് എന്ന ഒരു ചിന്തയാണ് ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു പേടി സ്വപ്നമായി തീർന്നു ഔസേപ്പിന്. തന്റെ കുഞ്ഞിനെയും ഭാര്യയെയും ഒപ്പം അവിടെ താമസിക്കാൻ ഇടവരുന്നാൽ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാക്കാൻ വഴിയുണ്ടാകും എന്നുള്ളതായിരുന്നു ഔസേപ്പ് പിതാവിന്റെ ഭയത്തിന്റെ കാരണം. അങ്ങനെ ഭയപ്പെട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഔസേപ്പിന് ഒരു നിർദ്ദേശം വീണ്ടും ലഭിക്കുന്നത്. അതനുസരിച്ച് ഔസേപ്പ് യാത്ര യൂദായ്ക്ക് പകരം ഇസ്രായേലിൽ തന്നെയുള്ള ഗാലിലി പ്രദേശത്തേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഗാലിലി പ്രദേശത്തിന്റെ ഭരണ ചുമതല അന്ന് ഹെറോദേസ് രാജാവിന്റെ രണ്ടാമത്തെ മകനായ അന്തിപ്പാസിന്റെ കീഴിലായിരുന്നു. അന്തിപ്പാസ് സാമാന്യ രീതിയിലെ ജ്യേഷ്ഠനെ പോലെ അർക്കലാവൂസിനെ പോലെ അത്രയും ക്രൂരനായിട്ട് അറിയപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് ഗാലിലി പ്രദേശത്തേക്ക് തിരിച്ചു വന്ന ആ കുടുംബം ഗാലിലിയിൽ തന്നെയുള്ള ചെറുപട്ടണമായ നസ്രത്തിൽ വന്ന് താമസിക്കാൻ ഇടവരുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ
ദൈവത്തിന്റെ അനന്തമായ പരിപാലനയുടെ പൂർത്തീകരണമായിട്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള സത്യമാണ് വിശുദ്ധ മത്തായി അനുവാചകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുവേണ്ടി തന്നെ മത്തായി പഴയ നിയമത്തിൽ നിന്ന് ചില ഉദ്ധരണികളും ഇന്നത്തെ സുവിശേഷത്തിൽ പെടുത്തിയിരിക്കുന്നു. നസ്രായൻ എന്നും അവൻ വിളിക്കപ്പെടാൻ ഇടവരും എന്നുള്ള ആ തിരുവെഴുത്ത് ഇങ്ങനെ പൂർത്തിയാക്കാൻ ഇടവന്നതിന്റെ താഴ്വഴികളാണ് ദൈവം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലാണ് മത്തായി സുവിശേഷത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്.